പാർട്ടിയുടെ പ്രവർത്തക സമിതി അംഗമായിരുന്നിട്ടും തരൂർ കോൺഗ്രസിനേക്കാളും ഗുണം ചെയ്യുന്നത് BJPക്കാണ് എന്ന് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. ഇനിയും തരൂർ ഈ നില തുടർന്നാൽ പാർട്ടി വലിയ പ്രതിസന്ധിയിൽ ആയിപ്പോകുമെന്നതിനാൽ പരസ്യമായി നേരിടാൻ തന്നെ കോൺഗ്രസിൽ ധാരണയുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമാണ് പവൻ ഖേരയുടെയും ഉദിത് രാജിൻ്റെയും പ്രതികരണം. മോദി ചെയ്യുന്നത് വിരോധാഭാസമാണ് എന്ന് തരൂർ 2008 പുറത്തിറക്കിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പുസ്തകത്തിൽ മോദിയെ വിമർശിക്കുന്ന പേജ് എക്സിൽ പോസ്റ്റ് ചെയ്ത പവൻ ഖേര ഇക്കാര്യത്തെ പിന്തുണയ്ക്കുന്നുവെന്നും പറഞ്ഞു. തരൂർ BJPയുടെ സൂപ്പർ വക്താവായി മാറിയെന്നാണ് ഉദിത് രാജ് ഇന്നലെ വിമർശിച്ചത്. എന്നാൽ തരൂരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ കാര്യമായി പ്രതികരിക്കാൻ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തയ്യാറായില്ല. ഒരു പ്രതിസന്ധിയുമില്ല പാർട്ടിയിൽ. നമ്മുടെ പാർട്ടി കുറച്ചൊക്കെ സ്വാതന്ത്ര്യങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും കൊടുക്കുന്ന പാർട്ടിയാണ്. അങ്ങനെയുള്ള സ്വാതന്ത്ര്യമുള്ള പാർട്ടി ആയതുകൊണ്ട് ചിലർ അഭിപ്രായങ്ങൾ പറയും, ചിലർ അഭിപ്രായങ്ങൾ പറയാതിരിക്കും. അതൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ബ്യൂട്ടിയാണ്, സൗന്ദര്യം. കോൺഗ്രസിന്റെ പഴയകാല നേട്ടങ്ങളെല്ലാം മറന്ന് തരൂർ BJP സർക്കാരിന്റെ പ്രവൃത്തികളെ മഹത്വവൽക്കരിക്കുന്നു എന്നാണ് കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴുള്ള സംസാരം. മുൻ യുദ്ധങ്ങളെക്കുറിച്ചല്ല, ഭീകരാക്രമണങ്ങൾക്കുള്ള പ്രതികാര നടപടികളെക്കുറിച്ചാണ് വിദേശ രാജ്യങ്ങളിൽ പോയി സംസാരിച്ചത് എന്ന് ശശി തരൂർ വിമർശനങ്ങൾക്ക് മറുപടിയായി എക്സിൽ പറഞ്ഞു. തന്റെ വാക്കുകൾ വളച്ചൊടുക്കുന്നുവെന്ന് ആവർത്തിച്ച തരൂർ തന്റെ വീക്ഷണങ്ങളെ അവർക്കാവശ്യമായ വിധത്തിൽ വളച്ചൊടുക്കുന്ന വിമർശകരെയും ട്രോളുകളെയും സ്വാഗതം ചെയ്യുന്നുവെന്നും പറഞ്ഞു. എനിക്ക് മികച്ച കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നും പറഞ്ഞാണ് തരൂർ എക്സ് പോസ്റ്റ് അവസാനിപ്പിച്ചത്. തരൂരിനെതിരെ കോൺഗ്രസ് നേതാക്കളിൽ നിന്നുണ്ടായ വിമർശനത്തെ പ്രതിരോധിച്ച് BJPയും കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും രംഗത്ത് വന്നു. വിദേശത്ത് പോയ MPമാർ ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എതിരെ സംസാരിക്കണമോ എന്ന് മന്ത്രി കിരൺ റിജിജു എക്സ് പോസ്റ്റിലൂടെ കോൺഗ്രസിനോട് ചോദിച്ചു. രാജ്യത്തെ ഉയർത്തിക്കാണിക്കുന്നതാണ് തരൂരിനെതിരെ കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കാൻ കാരണമെന്ന് BJPയും കുറ്റപ്പെടുത്തി. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് വിദേശത്ത് പോയ സർവകക്ഷി സംഘത്തിലെ 5-ൽ 3 പേരും പഴയ G23 നേതാക്കളാണ്. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.